രണ്ട് കാലുകൾക്കും സ്വാധീനമില്ലാത്ത ആൺകുട്ടിയെ പരിചരിക്കാൻ ആളെ വേണമെന്ന് പരസ്യം കണ്ടു. വിളിച്ചപ്പോൾ വരാൻ പറഞ്ഞു. ആ വിലാസത്തിലേക്കുള്ള യാത്രയ്ക്കായി ഒരുങ്ങുകയും ചെയ്തു. കുളിയൊക്കെ കഴിഞ്ഞ് അത്യാവശ്യം സാധനങ്ങളും തുണികളും എടുത്ത് ബാഗ് നിറയ്ക്കുമ്പോഴാണ് ഫോൺ ശബ്ദിച്ചത്. നോക്കിയപ്പോൾ ജോൺ വിളിക്കുന്നു. അറ്റൻഡ് ചെയ്തു. എടാ, നമുക്കൊരു പെയിൻറ്റിങ് എക്സിബിഷൻ നടത്തിയാലോ? നമ്മുടെ രണ്ടാളുടെയും പെയിൻറ്റിങ്സ് മാത്രമായി. ഇത്തിരി കൂടി കഴിയട്ടെ ജോണേ എന്ന് ഞാൻ പറഞ്ഞു. അവനൊന്നും മിണ്ടിയില്ല. ഫൈൻ ആർട്സ് കോളേജിൽ നിന്നും പഠിച്ച് ഇറങ്ങിയവരിൽ ജോണുമായി മാത്രമേ നിലവിൽ ബന്ധമുള്ളൂ. വർഷങ്ങളായില്ലേ, പലരും പല വഴിക്കായി. അക്രലിക് നിറങ്ങളുടെ അമ്ലമണം കൊള്ളാതെ എനിക്ക് ഉറങ്ങാൻ പറ്റുമായിരുന്നില്ല. ജോണിനും വരയുമായി വരുമാനം കാണാൻ ഏറെ ശ്രമിച്ചതാണ്. ഒരു അവസരവും മുമ്പിൽ വന്നില്ല. നിരാശകളുടെ ചിത്രങ്ങൾ തൂക്കിയിട്ട് ഞാൻ പരാജയം ആഘോഷിച്ചു. ഏതാണ്ട് എൻ്റെ അവസ്ഥയിൽ തന്നെയായിരുന്നു ജോണും. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഇടയിൽ പഠനകാലത്തിനും അപ്പുറമായൊരു ആത്മബന്ധം പതിയെ സംഭവിക്കുകയായിരുന്നു. എനിക്കിപ്പോൾ താൽക്കാലികമായി ഒരു ജോലി കിട്ടിയിട്ടുണ്ട്. അങ്ങോട്ട് പോവുകയാണ്, ഒരു വയ്യാത്ത കുട്ടിയെ നോക്കാൻ. മുമ്പ് ഞാൻ ഇങ്ങനെ ഡ്രൈവറായും പാചകക്കാരനായും പാറാവായും പോകുന്നത് അറിയുന്നത് കൊണ്ട് പ്രത്യേകിച്ചൊന്നും അവൻ പറഞ്ഞില്ല. നേരം പോലെ വിളിക്കാമെന്നും പറഞ്ഞ് ഞാൻ ഫോൺ കട്ട് ചെയ്തു. നീ ഇടത്തേക്കൊന്ന് പോന്നേ? ചോദിച്ചത് അമ്മയാണ്. നിന്റെ കൂട്ടുകാർക്കെല്ലാം സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങളെയാണ് അമ്മ ഇടയ്ക്ക് പറയാറുണ്ട്. നേരമാകട്ടെ എന്ന് പറഞ്ഞ് ഞാൻ അപ്പോൾ ആ കബഡിൽ നിന്നുള്ളൂ. ഞങ്ങൾക്ക് ഞങ്ങളേ ഉള്ളൂ. വിശപ്പ് മാറണമെങ്കിൽ ഞാൻ ജോലിക്ക് പോകണം. അമ്മയോട് ഇനി വിശ്രമിക്കുകയെന്ന് പറഞ്ഞതും ഞാനാണ്. നിറങ്ങളുമായി പിരിഞ്ഞൊരു ദീർഘജീവിതം വയ്യാത്തത് കൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും തരപ്പെടുമ്പോൾ പോകും. 3-4 മാസങ്ങൾക്കുള്ളിൽ തിരിച്ചു വരികയും ചെയ്യും. വരയും അത് സംബന്ധമായ ജോലിയും അന്വേഷിച്ച് ഞാനും ജോണും അലയും. ഒന്നും നടക്കാതെ വരുമ്പോൾ വില കുറഞ്ഞ ക്യാൻവാസിൽ വെറുതെ വരയ്ക്കാറുണ്ട്. അങ്ങനെ നിറങ്ങൾ കൊടുത്ത ചിത്രങ്ങളാണ് വീട് മുഴുവൻ പറ്റി നിൽക്കുന്നത്. അങ്ങനെ വരച്ചു കൂട്ടുന്നതിൽ നിനക്കും എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് അമ്മ ചോദിച്ചിട്ടുണ്ട്. മാനസിക ഹരമല്ലേ പ്രധാനമെന്നും ഞാൻ അപ്പോൾ പറയും. അങ്ങനെ കേൾക്കുമ്പോൾ നിനക്ക് പ്രാന്താണെന്നും അമ്മ പറയും. അപ്പോൾ ഞാൻ ആ കവിളിൽ നിന്നുള്ളൂ. എടാ, ചോദിച്ചത് കേട്ടില്ലേ? ഏടത്തേക്കാണെന്ന്. കാര്യങ്ങളെല്ലാം അമ്മയോട് പറഞ്ഞ് ബൈക്കിൽ യാത്ര തിരിച്ചു. ജോൺ പറഞ്ഞതുപോലെയൊരു ചിത്രപ്രദർശനം ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. തലച്ചോറിൽ പതിഞ്ഞ എൻ്റെ കാഴ്ചകളുടെ നിറങ്ങളിലേക്ക് ആസ്വാദകരുടെ കണ്ണുകൾ തീർച്ചയായും വീഴണം. തൻ്റെ സൃഷ്ടികൾ സംസാരിക്കണമെന്ന് കരുതുന്ന കലാകാരന്മാർ മാത്രമേ എപ്പോഴും അതിനുവേണ്ടി ശ്രമിച്ചും കൊണ്ടിരിക്കൂ. പക്ഷേ പണം അത് കണ്ടെത്താൻ പറ്റാതിരിക്കുമ്പോഴാണ് ഭൂമിയിലെ മിക്ക മനുഷ്യർക്കും തൻ്റെ ആഗ്രഹപ്രകാരമുള്ള ലളിത ജീവിതത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റാത്തത്. കുറച്ചു കാലം ജോലി ചെയ്തുണ്ടാക്കുന്ന പണം കൊണ്ട് ഇഷ്ടങ്ങളിലേക്ക് പോകാമെന്നും കരുതിയാലൊന്നും നടക്കില്ല. ആ കൂട്ടയോട്ടത്തിൻ്റെ ഒഴുക്കിലേക്ക് വീണാൽ ആത്മസന്തോഷങ്ങളിലേക്ക് രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. ഞാൻ ബൈക്ക് നിർത്തി ഫോൺ വിളിച്ച് ഇത് തന്നെയല്ലേ വിലാസമെന്ന് ഉറപ്പിച്ചു. കാവൽക്കാരൻ ഗേറ്റ് തുറന്നു വന്നപ്പോൾ അകത്തേക്ക് പ്രവേശിച്ചു. ബൈക്കിൽ നിന്നിറങ്ങിയപ്പോൾ എന്നോട് ഫോണിൽ സംസാരിച്ച പുരുഷനും സ്ത്രീയും പുറത്തേക്ക് വന്നിരുന്നു. ഞാൻ നമസ്കാരം പറഞ്ഞു. മനോഹരമായ പുഞ്ചിരിയോടെ അവർ എന്നെ സ്വാഗതം ചെയ്തു. അങ്ങോട്ടിരിക്കാം, മോൻ്റെ ട്യൂഷൻ നടക്കുകയാണ്. മുറിയിൽ ടീച്ചറുണ്ട്. ഞാൻ സോഫയിലിരുന്നു. സത്യം പോലെ പറയാമെന്ന് പറഞ്ഞുകൊണ്ട് അവരും ഇരിക്കുകയായിരുന്നു. മോന് സംസാരക്കുറവും വാശി കൂടുതലുമാണ്. ദേഷ്യം വന്നാൽ കയ്യിൽ കിട്ടിയതൊക്കെ അവൻ എടുത്തെറിയും. അവൻ്റെ ഇഷ്ടം നേടുകയെന്നത് എളുപ്പമല്ല. അവന് വേണ്ടെന്ന് തോന്നിയാൽ പറഞ്ഞു വിടും. പകൽ സമയങ്ങളിൽ ഞങ്ങൾ രണ്ടുപേരും ഉണ്ടാകില്ല. കാര്യങ്ങളൊക്കെ കണ്ടറിഞ്ഞ് ചെയ്യണം. ആ സ്ത്രീയും പുരുഷനും മാറി മാറി പറഞ്ഞു. ബാക്കിയെല്ലാം ഫോണിൽ സംസാരിച്ചതുപോലെയെന്നും പറഞ്ഞ് അവർ എഴുന്നേറ്റു. അപ്പോഴേക്കും അവൻ്റെ മുറിയിൽ നിന്ന് ടീച്ചർ പുറത്തേക്ക് വന്നിരുന്നു. കൈകൊണ്ട് നിയന്ത്രിക്കാൻ പറ്റുന്ന വീൽ ചെയറിൽ ആ കുട്ടിയും പിന്നാലെ വന്നു. പ്രായം 10 അവൻ്റെ മുഖം വളരെ പക്വമാണെന്ന് എനിക്ക് തോന്നി. ഇതാണ് മോൻ്റെ പുതിയ കെയർടേക്കർ എന്ന് പറഞ്ഞപ്പോൾ അവൻ എന്നോട് ചിരിച്ചു. എന്താണ് മോൻ്റെ പേരെന്ന് ചോദിച്ചപ്പോൾ അവൻ മിണ്ടാതെ മുറിയിലേക്ക് തന്നെ പോയി. അർജുൻ എന്നാണ് പേരെന്ന് അവൻ്റെ അമ്മയാണ് പറഞ്ഞു തന്നത്. ജോലിക്കാരി കൊണ്ടുവന്ന ചായ കുടിച്ചതിന് ശേഷം അവൻ്റെ മുറിയിലേക്ക് പോയി. വിസ്തൃതിയുള്ള അവിടം അവന് ആവശ്യമുള്ളതെല്ലാം ഉണ്ടായിരുന്നു. മുറിയുടെ മൂലയിൽ ചെറിയ സ്റ്റോർ റൂമുണ്ടെന്ന് കണ്ടപ്പോൾ അവിടെ എന്താണെന്ന് ഞാൻ ചോദിച്ചു. അർജുൻ മിണ്ടിയില്ല. ചെറുക്കൻ അവൻ്റെ ലാപ്ടോപ്പിൽ എന്തൊക്കെയോ കുറിച്ചുകൊണ്ടിരിക്കുകയാണ്. പുസ്തകങ്ങളും കളിക്കോപ്പുകളും കൂട്ടിയിട്ട ഒരു മൂലയിലേക്ക് ഞാൻ നടന്നു. അർജുൻ ഉപയോഗിച്ച് കേടാക്കിയ പലവിധ സാധനങ്ങളിൽ നിന്ന് കൗതുകം പോലെ കണ്ണുകളിലേത് കൊള്ളുകയായിരുന്നു. ക്യാൻവാസോട് കൂടിയ ഒരു ചെറിയ പെയിൻറ്റിംഗ് സ്റ്റാൻഡ്. പിന്നീട് ശ്രദ്ധ തിരിഞ്ഞത്
പിടിച്ചത് പയക്കം ചെന്ന നിറങ്ങളോട് ദ്രവിക്കാൻ തുടങ്ങിയ ബ്രഷുകളുമായിരുന്നു. അതൊക്കെ പൊടി തട്ടിയെടുത്ത് പുറത്തേക്ക് കൊണ്ടുവരുമ്പോഴാണ് എന്നിലും കൗതുകത്തോടെ അർജുൻ എല്ലാം നിരീക്ഷിക്കുന്നുണ്ടെന്ന് ഞാൻ കാണുന്നത്. അവൻ്റെ കണ്ണുകളിൽ വല്ലാത്ത തെളിച്ചം, ചുണ്ടുകളെ പുഞ്ചിരി രണ്ടായി കീറുന്നത് പോലെ. മോനിഷ്ടമാണോ വരക്കാൻ? അർജുൻ മൂളിയപ്പോൾ ആദ്യമായി അവൻ്റെ ശബ്ദം കേട്ടു. എന്നിട്ടെന്താണ് അച്ഛനോടും അമ്മയോടും പറയാതിരുന്നത് ചോദിച്ചപ്പോൾ അവൻ തല താഴ്ത്തി. ആ നേരം പഴക്കത്തിൽ കട്ടിയായി തുടങ്ങിയ നിറങ്ങളെ വെള്ളം നനച്ച് ഞാൻ നേർപ്പിക്കുന്നുണ്ടായിരുന്നു. അതിൽ ബ്രഷ് മുട്ടിച്ച് ക്യാൻവാസിലും തൊട്ട് അർജുൻ തലയുയർത്തി. അരമണിക്കൂറിനുള്ളിൽ പൊളുങ്കുപാത്രം താഴെയിട്ട് പൊട്ടിക്കുന്ന ഒരു കുട്ടിയുടെ മുഖവും ഉടലും കൈകളും ഞാൻ വരച്ചു. അവൻ അതിലേക്ക് കൗതുകത്തോടെ നോക്കിയിരിക്കുകയാണ്. വരക്കാൻ ഇഷ്ടമാണെങ്കിൽ എന്തുകൊണ്ടാണ് അച്ഛനോടും അമ്മയോടും പറയാതിരുന്നതെന്ന് ഞാൻ വീണ്ടും ചോദിച്ചു. എന്നോട് സംസാരിക്കാനൊന്നും അവർക്ക് നേരമില്ലെന്ന് പറഞ്ഞ് ആ മുഖം ചുളിക്കുകയായിരുന്നു. അപ്പോഴാണ് ആരോ വിളിക്കുന്നുവെന്ന് ശബ്ദം ഫോൺ അനങ്ങിയത്. എന്തായി, അവിടെ എത്തിയോ? ജോൺ ചോദിച്ചു. എത്തിയതും തുടർന്നുണ്ടായ കാര്യങ്ങളും വിവരിക്കുമ്പോഴാണ് അർജുനെ ശ്രദ്ധിച്ചത്. ഞാൻ വരച്ച ചിത്രം ഇപ്പോൾ പൂർണ്ണമായിരിക്കുന്നു. വീൽ ചെയറിൽ ഇരിക്കുന്ന കുട്ടിയാണ് ഇപ്പോൾ പൊളങ്കുപാത്രം പൊട്ടിക്കുന്നത്. ഞാൻ അതിശയിച്ചു പോയി. നമുക്കുടനെ ആ പെയിൻറ്റിംഗ് എക്സിബിഷൻ നടത്തണമെന്ന് ജോൺ പറയാതെ തന്നെ ഞാൻ അവനോട് പറഞ്ഞു. എന്താണ് പെട്ടെന്നിങ്ങനെ തോന്നാൻ കാരണമെന്ന് അവൻ ചോദിച്ചിരുന്നു. ആ കാരണത്തിൻ്റെ നെറുകം തലയിൽ ഉമ്മ വെച്ച് കൊണ്ട് നമ്മുടെ കൂടെ ഒരാൾ കൂടെ കൂടിയെന്ന് ഞാൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ ആ 10 വയസ്സുകാരൻ പുഞ്ചിരി പല്ലോടെ എന്നെ തല ഉയർത്തി നോക്കുകയായിരുന്നു. ആരാണ് പുതിയ ആൾ? കണ്ണുകളിൽ സന്തോഷത്തിൻ്റെ നനവ് നിറയുകയായിരുന്നു. ആളോട് തന്നെ സംസാരിക്കുമെന്ന് മൊഴിഞ്ഞുകൊണ്ട് ഞാൻ ഫോൺ കൈമാറി. ആരാണെന്ന് ജോൺ വീണ്ടും ചോദിച്ചു. ഹലോ അങ്കിൾ, അർജുൻ ഹിയർ.